നമസ്കാരം. ഫേസ് ടു ഫേസ് മീഡിയയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകുക എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ആ വിഷയത്തിൽ തട്ടിപ്പുകാർ ഏറ്റവും കൂടുതൽ ഇന്ന് തിരുവനന്തപുരത്ത് വിലസുന്നു. ഈ നിൽക്കുന്ന മോഹിനി എന്ന വ്യക്തി ഏലപ്പാറ സ്വദേശിനിയാണ്. കഴിഞ്ഞ 18 വർഷമായി തിരുവനന്തപുരം ജില്ലയിൽ വന്ന് അവരുടെ ഹോട്ടൽ നടത്തി ഉപജീവനം നടക്കുന്ന സാഹചര്യത്തിൽ യൂട്യൂബർ എന്ന വ്യാജേന ഈ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് ഒരു പാവം അമ്മയെ പറ്റിച്ചുകൊണ്ട് പോയത് കൂടുതൽ നമുക്ക് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്തൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോ? എന്റെ ഫോൺ നഷ്ടപ്പെട്ട് ഫോണാണ് എടുത്തോണ്ട് പോയത്. ഫോൺ എടുത്തിട്ട് ഇതുവരെ ഞങ്ങള് പരാതി കൊടുത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്ത് 2-3 പ്രാവശ്യം കൊടുത്തു. അവരെ അന്വേഷിക്കുന്ന ഒരു ഈ ലക്ഷണമില്ല. സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ 3 മാസമായി. 6 മാസമായി. 6 മാസമായി. 6 മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ 4-ാം തീയതി. നല്ല ഡേറ്റ്. മുട്ടേണ്ട എല്ലാ സ്ഥലങ്ങളിലും പോയി മുട്ടി, ഒന്നും തുറന്നില്ല, ഒരു കഥകളും തുറന്നില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി, പിന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി, സൈബർ സെൽ. എങ്ങനെയാണ് നമ്മ സംഭവം ഉണ്ടാവുന്നത് ശരിക്കും? അത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കടയിൽ വന്നിട്ട് ഇവിടെ വന്നു ഇവിടെ ഈ കടയിൽ വന്ന് രാവിലെ കാപ്പി കുടിക്കാൻ പുള്ളിക്കാരൻ അപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മീൻ മേടിച്ചോണ്ട് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ചേർത്ത് മേടിച്ചോണ്ട്. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കാൻ പറഞ്ഞു. ചായ കുടിച്ചിട്ട് ഇവിടെ വന്ന് ചായ കൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി പൈസ വന്നു. പിന്നെ തിരിച്ച് രണ്ടാമത് ഒന്നുകൂടെ സിഗരറ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെയും വന്ന് പിന്നെ ദോശ മേടിച്ച് തന്നു. അങ്ങനെ ഭയങ്കര ഭക്ഷണമൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഊണൊക്കെ എടുത്ത് കൊടുത്തിട്ട് പൈസ മേടിക്കാൻ വന്നപ്പോൾ 500 രൂപ എടുത്ത് വന്നിട്ട് ഞാനത് ഗൂഗിൾ പേ ചെയ്താൽ മതി, എനിക്ക് തരണം. ഇല്ല, ഗൂഗിൾ പേ ചെയ്യുന്നില്ല. അപ്പോഴ് പൈസയും തന്നിട്ട് ബാക്കി കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചേച്ചി ഇത് യൂട്യൂബായിട്ട് തുടങ്ങുവാണെങ്കിൽ എനിക്ക് നല്ല വരുമാനം ഉണ്ടാകും, യൂട്യൂബ് തുടങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, യൂട്യൂബ് എങ്ങനെ തുടങ്ങുന്നത്, പിന്നെ ഫോണിനെ പറ്റി എനിക്ക് അത്ര പിടിയില്ലെന്ന്. അന്നേരം പറഞ്ഞു അത് ഞാൻ വരാം, ഞാൻ വന്നിട്ട് ഒരു സ്റ്റാൻഡ് കൊണ്ട് തരാം, ഈ പൈസ ഒന്നും തരണ്ട, സ്റ്റാൻഡ് കൊണ്ട് പിടിപ്പിച്ച് തന്നിട്ട് അവർ എല്ലാം കാണിച്ചു തരാം. അന്നേരം ഞാൻ പറഞ്ഞു അതിനുള്ള സമയമൊന്നും എനിക്കില്ല, ഇവിടെ തിരക്കാണ്, എനിക്ക് അതിന് വേണ്ടി കുറെ നടക്കാനുള്ള ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അയാൾ കറക്റ്റ് 4 നമ്മൾ വിളിച്ചു പോലുമില്ല. 4 മണിയായപ്പോഴും അയാൾ ഇവിടെ എത്തി. ആ സമയത്ത് പൈസ ആവശ്യപ്പെട്ടായിരുന്നോ? ഇല്ല ഇല്ല. ഈ വീടിന്റെ പേരെന്താണ്? അഭിലാഷ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞത് അഭിലാഷ് ഉണ്ട്, പക്ഷെ അയാളുടെ പേര് വേറെയാണ്. ആ പേര് വേറെ എന്തോ അനീഷ് എന്നാണ്, അങ്ങനെ എങ്ങാണ്ടൊക്കെ ഇപ്പൊ അറിയപ്പെടുന്നത്. ഇവിടെ വന്ന് പിന്നെ 4 മണിക്ക് വന്നിട്ട് ഒരു വലിയ വെള്ള പേപ്പറൊക്കെ എന്നെ കൊണ്ട് മേടിപ്പിച്ച് അതിലോട്ട് ഇംഗ്ലീഷിൽ കുറെ എന്തൊക്കെ വാചകങ്ങൾ എഴുതുന്നത്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ എനിക്കറിയത്തില്ല. ഒരു സാധാരണ വീട്ടമ്മയാണ്. അതെ, ഞാൻ സാധാരണ വീട്ടമ്മയാണ്. മക്കളെയൊക്കെ വളർത്തി നമ്മൾ ഒറ്റയ്ക്കാണിപ്പോ ഞാൻ താമസിക്കുന്നത്. അപ്പം അവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അവരവരുടെ കാര്യം നോക്കുന്നു. എനിക്ക് എന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഒരാൾ ദാനം ചെയ്തു തന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ കാണുന്ന ഹോട്ടലുകൾ ദാനം തന്നെയാണല്ലേ ഗുരുദേവ ഹോട്ടൽ? അതെ, എനിക്ക് ഞാനൊരു അമ്മച്ചിയെ നോക്കിയതിന്റെ പേരില് തന്നതാണ്. അവര് മേടിച്ചു തന്ന ഉപഹാരസ്മരണം. എനിക്ക് തന്ന വീടൊക്കെ എനിക്ക് വാടകയ്ക്ക് എടുത്തു തന്നതൊക്കെ അവരാണ്. അല്ലാതെ എന്റെ കയ്യിൽ വേറെ അതിനുള്ള വരുമാനമൊന്നും, ജീവിക്കാൻ മാർഗമൊന്നുമില്ല. എനിക്ക് വീട് പോലും ഇല്ല. ഞാൻ വീടില്ലാതെയാണ് താമസിക്കുന്നത്. വീടില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീടില്ല. വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവരുടെ ഇവരുടെയൊക്കെ സഹായത്തിൽ നമ്മളിതിന് ഈ കടയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എത്ര എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ പൈസ പോയതോ എന്റെ മൊബൈൽ പോയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നെ പറ്റിച്ച പോലെ ഇനി വേറൊരിടത്ത് പോയാൽ പറ്റിക്കരുത്, അതിന് പിടിക്കണം പോലീസുകാരൻ. എത്ര രൂപ പറ്റിച്ചു? 25 രൂപ മേടിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഇല്ലായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് പൈസ ഇല്ല. ഞാൻ അവിടെ നിന്നൊക്കെ തേണ്ടി എടുത്ത് കൊടുത്തതാണ്. കച്ചവടം കിട്ടട്ടെ എന്ന് ഓർത്ത് എനിക്ക് വരുമാനം വരട്ടെ എന്ന് വെച്ച്. എന്നുവെച്ചാൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ എന്റെ മോളെടുത്ത് ഞാൻ ചോദിച്ചു. മോളെന്നേരം പറഞ്ഞാൽ നല്ലതാണ്, വരുമാനം വരുമ്പോഴത്തേക്ക് നല്ല ആൾക്കാരെ കിട്ടും, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം യൂട്യൂബിൽ വരുമെന്ന് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞറിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, വേറൊന്നും എനിക്കറിയത്തില്ല. അവനെന്നെ ഒരുപാട് പറഞ്ഞ് വിശ്വസിച്ചു. എന്നിട്ട് ഞാനൊന്ന് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നപ്പോ എന്റെ കൂടെ എനിക്ക് ജോലി ചെയ്യുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു, സുനി എന്നാണ് എന്റെ പേര്. അപ്പൊ രണ്ടുപേരും അതിന്റെ സ്റ്റാഫ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വീട്ടിൽ പോയപ്പോഴത്തേന് ഇയാൾ പിന്നെയും രാവിലെ വൈകിട്ട് വിളിച്ച് പറഞ്ഞ് ഞാൻ അവിടെ വരാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ വന്നിട്ടാണ് അയാൾ എഴുതി തരുന്നതൊക്കെ ഇംഗ്ലീഷിലൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ തരാം. അപ്പൊ ചേച്ചിയുടെ സ്വന്തമായിട്ട് എന്റെ അമ്മയെ പോലെയാണ് ഞാൻ കാണുന്നത്, എന്റെ അമ്മ നിങ്ങളുടെ ഒരു മകനായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ മകന്റെ പ്രായം പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, അന്നേരം എന്റെ അടുത്ത് ഒരു വെള്ളപ്പേപ്പർ പറഞ്ഞു മലയാളത്തിൽ എഴുതാൻ പറഞ്ഞു. ഞാൻ എന്റെ ജീവിത കഥകൾ നമ്മൾ യഥാർത്ഥത്തിൽ സത്യമെന്ന് എന്റെ ജീവിത ചരിത്രങ്ങൾ മുഴുവൻ എഴുതി. എന്റെ ഭർത്താവ് മരിച്ചത് എങ്ങനെയാണ്, എങ്ങനെയാണ് എന്റെ ജീവിതം എങ്ങനെയാണ്, ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി. അങ്ങനെ എല്ലാം ചാറ്റ് ചെയ്ത് എല്ലാം എഴുതി എടുത്തിട്ട് യൂട്യൂബ് ആക്കി. യൂട്യൂബിൽ എനിക്ക് എന്നെ കൊണ്ട് ഡ്രസ്സ് മാറിപ്പിച്ച് അത് യൂട്യൂബിലാക്കി. യൂട്യൂബ് എല്ലാം 10, 400, 500 അതൊക്കെ ഞാൻ ലൈക്ക് അടിച്ച് വന്നു. അപ്പോഴും തന്നെ ഇവൻ ഞാൻ നാളെ രാവിലെ വരും,
ഞായറാഴ്ച രാവിലെയായിരുന്നു അന്ന്. 4-ാം തീയതി അവൻ വരുന്നു, 5-ാം തീയതി ഇവിടെ വരുന്നു, 6-ാം തീയതി വരുന്നു. 6-ാം തീയതി ഞായറാഴ്ചയാന്ന് തോന്നുന്നു. അപ്പൊ വന്ന് ഞായറാഴ്ച രാവിലെ 5 മണിയായപ്പോ ഞാൻ വേസ്റ്റ് കളയാൻ ഇവിടെ കയറി നിന്നപ്പോ ഒരാൾ നടന്നു വരുന്നു. അപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞു, വീട്ടിൽ സുപ്രഭാതം വിളക്ക് കത്തിച്ചിട്ട് സെറ്റ് മുണ്ടൊക്കെ എടുത്തോണ്ട് ഞാൻ അങ്ങനെ നിന്ന് കൊടുക്കുകയും ചെയ്തു. വിളക്കൊക്കെ കത്തിച്ച് കഴിച്ച് കുളിച്ചിട്ട് വന്ന് വിളക്ക് കെട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം ചെയ്ത് ഇവൻ എന്നിട്ട് പോകുന്നില്ല, വീട്ടിൽ തന്നെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് കഴിഞ്ഞ് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് പിന്നെ വിളക്കൊക്കെ ചിലപ്പോൾ നേരായിരിക്കും നോക്കും. അപ്പൊ എന്റെ ഫോൺ നോക്കിയിട്ട് ചേച്ചിയുടെ ഫോണേ ഇത് ശരിയല്ല കേട്ടോ, ഇച്ചിരി പുതിയ ഫോൺ, പക്ഷെ അത് പുതിയ ഫോണായിരുന്നു. എനിക്ക് അതും ഇതുപോലെ രാത്രി മേടിച്ചു തരുന്നതാണ്. അന്നേരത്തിന് ഞാൻ പറഞ്ഞു ഈ ഫോണിന് കുഴപ്പമൊന്നുമില്ല, എല്ലാ ക്യാമറ ഇതിൽ ക്ലിയർ ആകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവനിങ്ങനെ എടുത്ത് വെച്ചോണ്ടിരുന്നു. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് മേടിച്ചു, എന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് വാങ്ങിച്ചിട്ട് അതിനകത്ത് യൂട്യൂബിൽ അക്കൗണ്ട് നമ്പറൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് ആൾക്കാർ വരുമാനം ഇടും. ഒരു ദിവസം 500-300 ഒക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ വരും. ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു പോയി. പൊട്ടിയായി പോയിരുന്നു. ഇപ്പം ആലോചിക്കുക പൊട്ടിയായി പോയിരുന്നു. അതിങ്ങനെ അത് വിശ്വസിച്ച് അങ്ങനെ ഇട്ടുണ്ടപ്പോൾ ആൾക്കാരിങ്ങനെ ലൈക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇത്രയും ആൾക്കാർ, അപ്പൊ എന്റെ കൂടെ ചേച്ചി ഒട്ടും ആൾക്കാരെ കയറി വരുന്നു നോക്കിയെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ ഓരോരുത്തർ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അത് ശരിയായിരിക്കും നോക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾ തട്ടിപ്പിന് ഇരയായെന്ന് തോന്നിയത്? അപ്പോഴവന് ഞങ്ങൾ ഞായറാഴ്ച ഇവൻ രാവിലെ വന്നു 12 മണിയായപ്പോ 11 മണിയായപ്പോഴത്തേന് എന്നെ കൊണ്ട് എന്റെ വീട്ടിൽ വെച്ച് ദോശ ചുടിയിപ്പിച്ചു. എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചു. ഞാൻ പാചകങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു, അതേപ്പറ്റി സംസാരിപ്പിച്ചു. എന്റെ കടയിൽ അപ്പോഴും കച്ചവടം കിട്ടുന്ന പ്രതീക്ഷയോടെ നിങ്ങൾ സഹകരിച്ചു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, എനിക്ക് പൈസ ഇത് യൂട്യൂബിലാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ ഇവിടെ കൊടുക്കണം, അപ്പൊ അത്രയും പൈസ വേണ്ടി വരും. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. സത്യം പറഞ്ഞാൽ അന്ന് എന്റെ കയ്യിൽ ആകപ്പാടെ എനിക്ക് 1000 രൂപ. അപ്പൊ ഞാൻ അന്നേരത്തിന് ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തർക്ക് ഓടി നടന്ന് മേടിച്ചു, പൈസ വാങ്ങിച്ചു അല്ലേ? ഇറന്ന് മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ അത് മേടിച്ച് കീശ വെച്ചിട്ട് എന്നിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, ഈ ഇറങ്ങി പോകാൻ നേരത്ത് ഈ 1000 രൂപ എന്നോട് വാങ്ങിക്കണം, എന്റെ കയ്യിൽ അതേ ഉള്ളെന്ന് ഞങ്ങൾ പറയുക. അങ്ങനെ എന്റെ കൂടെ നിന്ന് എന്റെ സ്റ്റാഫ് പറഞ്ഞു, ചേച്ചി കൊടുക്കല്ലേ, 1000 രൂപ കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണ്ടല്ലോ, ചെലവിന്റെ പൈസ കൂടി അതുകൊണ്ട് പോയി നിന്നിട്ടാണ് വാങ്ങിക്കുന്നത്. ഈ കടയെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ കടയാണ്, അതിന് വരുമാനം അങ്ങനെ ഒരുപാട് വരുമാനം വരുവാതെ ഞാൻ ആരായിരുന്നു. ഇതിന് വരുമാനമില്ല. നമുക്ക് വരുന്ന ആൾക്കാർ കുറച്ച് വന്നു പോയി നമുക്ക് കിട്ടുന്ന വരുമാനം എടുത്ത് ഇതിൽ കിട്ടുന്ന പൈസ എടുത്താണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, പിന്നെ ഗ്യാസ് നിറയ്ക്കുന്നത്, എല്ലാം ഇതിന് കിട്ടുന്ന വെച്ച് ഞാൻ വാടക കൊടുക്കുന്നത്, കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ പൈസ എല്ലാം എനിക്ക് മിച്ചം പിടിക്കാൻ ഇതിനകത്ത് ഒന്നുമില്ല. മൊത്തത്തിൽ പറഞ്ഞ പാപ്പരാണ്. ഞാൻ പാപ്പർ തന്നെയാണ്. ഞാൻ ആരോടും ലോകരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ അന്നേരം ഓർത്ത്, എന്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് പോലും ഞാൻ എടുത്ത് കൊടുത്തിട്ട് രാവിലെ തന്നെ ഞങ്ങൾക്ക് രാവിലെ കാപ്പി ഉണ്ടാക്കണം, സാമ്പാർ വേണം, അത് വേണം, എല്ലാം ഉണ്ടാക്കുന്ന പൈസ ഇല്ലാത്ത. ഞാൻ അപ്പുറത്തെ കടയിൽ അയാളുടെ വന്നിട്ട് എന്നോട് അന്ന് പൈസ മേടിച്ചിട്ട് പിന്നെ പോയി കാണുന്നത്. ഇവർക്കൊന്നും അറിയുന്നില്ല. ഞാനന്നൊരു രഹസ്യമായിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു വരുമാനം വരുമല്ലോ എന്നോർത്ത് ആരോടും വിശ്വാസം ഉണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ വന്ന് കടയിൽ കയറിയപ്പോ ഇവൻ പോകുമെന്ന് പറഞ്ഞു പോയി. ഇയാൾ പോയി, യഥാർത്ഥത്തിൽ പോയി. അപ്പൊ ഞങ്ങൾ രണ്ടൊരു കട കഴുകാൻ 3 മണിയായപ്പോ കട കഴുകാൻ അകത്ത് കയറി അടുക്കള കഴിക്കൊണ്ടിരിക്കുന്നു. ഫോൺ ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചു. രണ്ടുപേരുടെ ഫോൺ ഒരുപോലെ വെച്ചിരുന്നു. എന്റെ ഫോൺ അവരത് കറക്റ്റ് കണ്ടുവച്ചിരുന്നു. ഈ ഒരു കഥ തുറന്നിരുന്ന് ബാക്കിയെല്ലാം അടച്ചു. ഇതിനകത്തോട് കയറി ഞങ്ങൾ തിരിച്ചു വന്ന് ഞാൻ എന്നോട് പറയാ, തിരിച്ചകത്തുനിന്ന് പറഞ്ഞു ഇവിടെ ബെല്ല് കേൾക്കുന്നു. ആ കൊച്ചിന്റെ ഫോൺ ബെല്ല് വന്നപ്പോ അവള് പറഞ്ഞു, ചേച്ചി എന്റെ ഫോൺ ഇപ്പൊ ഒരാൾ പറഞ്ഞു ചൂലവിടെ ഇവിടെ ഓടി ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേന് എന്റെ പേരാണ് അവളുടെ നമ്പറിലോട്ട്. പക്ഷെ എന്റെ ഫോൺ കണ്ടു, ആ ഫോൺ കൊണ്ടുപോയി. ആ ഫോൺ അടിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ ഓർത്തു ഫോൺ എന്ത് ചെയ്യും. അന്നേരത്തിനാണ് അതിനകത്ത് മോഹിനിയുടെ പേര് വരുന്നത്. ആ ചേച്ചിയുടെ പേര് വരുന്നുണ്ട്. അന്ന് ചേച്ചിയുടെ പേര് ഇതിലെ വരുന്നത്. ഈ ഫോൺ എവിടെയോ ആരോട് എടുത്തിട്ട് വെച്ച് വിളിക്കുവാന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേന് ആ ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇവനാ. എന്നിട്ട് അവളെന്റെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്റെ ഫോൺ ആരോട് ചേച്ചിയുടെ എടുത്തിട്ട് പോയത്? ഈ ഫോൺ സമ്മതം എടുത്തോണ്ട് പോയി. എനിക്കറിവില്ലാതെ ഒരു മോഷണമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ അതൊരു മോഷണമായിരുന്നു. അവൻ ബുദ്ധിപൂർവ്വം കളിച്ച്. അപ്പൊ ഞാൻ അന്നത്തെ ഞാൻ എന്നോട് പറഞ്ഞത്, ചേച്ചിയുടെ ഫോൺ പുതിയത് ഞാൻ എടുത്തോണ്ട് വരാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഈ ഫോണ് ഞാൻ മാറ്റിയിട്ട് വേറെ ഫോൺ എടുത്തോണ്ട് വരാം, അതിനുവേണ്ടി എടുത്തോണ്ട് വന്ന. ചേച്ചി ഒരു കാര്യം ചെയ്യുമോ, ഗൂഗിൾ പേയുടെ നമ്പർ പറഞ്ഞു ചോദിച്ചു. ഞാൻ പൊട്ടിയായിരിക്കും. ഞാൻ കിടന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നീട് പറഞ്ഞപ്പോ ഗൂഗിൾ പേയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. എന്തിനാണ് ഈ സുനി എന്നെ വഴക്കുണ്ട്. ഞാൻ ഓർത്തു ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഞാൻ അവിടെ 3:30 ആകുമ്പോൾ വരും, ഫോണൊക്കെ ആയിട്ട് വരും, സ്റ്റാൻഡ് ഒന്നും സംഭവം ഉണ്ടായിരുന്നു. 3 മണിയായിട്ട് ആളൊക്കെ 4 മണിയായിട്ട് 3 3 ആയി 4 ആയി 6 ആയി 10 മാസങ്ങളായി.
മാസങ്ങളായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ തിങ്കളാഴ്ച രാവിലെ ഇവിടെ 2 ദിവസം വിഷമിച്ച് ഫോണില്ലാതെ കരഞ്ഞു ഞാനിടന്നു. ഫോൺ അതുകൊണ്ടാണ് സോപ്പ് പൊട്ടി അതും പോയി. എല്ലാം പോയി. പിന്നെ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്ന ഒരു പോലീസുകാരൻ എപ്പോഴും ഇവിടെ വന്ന് കാത്തു പിടിക്കാൻ വരും. എന്നോട് ചോദിച്ചാൽ എന്നാ വെച്ചാൽ ഇങ്ങനെ സംഭവം വണ്ടി നിങ്ങൾ എന്നാ പണിയെ കാണിച്ച് 2 പെണ്ണുങ്ങളുണ്ടായിട്ട് ഈ കടയിൽ വെച്ച് അവനെ പിടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഇരുന്നപ്പോഴത്തേന് ആ പുള്ളിക്കാരൻ പോയി എനിക്കൊരു ഫോൺ എടുത്തോണ്ട് വന്നു. 17,000 രൂപയുടെ എങ്ങാണ്ടാന്ന് പറഞ്ഞ് ചെന്നൈയിൽ എടുത്തോട്ട് തന്നിട്ട് ഇന്ന മാസം അടച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എടുത്തോട്ട് തന്നിട്ട് വിഷമിക്കേണ്ട ഈ ഫോൺ കൊണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്? ഞാൻ കൊടുത്തത് ഒന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ആദ്യം കൊണ്ട് കൊടുത്തപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര പോലീസുകാരോട് ഇത്ര എനിക്കൊരു വിഷമം എന്താണെന്നറിയാം. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്റെ പാർട്ടിയിലുള്ള ഞാൻ അവരുടെ പാർട്ടിയാണ്, ഇത് CPM കാരിയാണ്. എനിക്ക് ഇത്രയും ആരോപണം ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേന് അതൊരു ചോദിക്കാനാവില്ല. പോലീസുകാരടുത്ത് പോയി പോലീസുകാർക്ക് പറയുമ്പോൾ പോലീസുകാർ പറഞ്ഞു നിങ്ങൾ യൂട്യൂബിൽ കൊടുത്തിട്ട് നിങ്ങൾ അവനെ പിടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. അത് അടിപൊളി. ഏത് പോലീസ് സ്റ്റേഷനാണ്? മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എന്നോട് പറഞ്ഞ കാര്യമാണ്. SI-നോട്ട് പോയി പറഞ്ഞിട്ട് SI മൈൻഡ് പോലും ചെയ്യില്ല. അത് പോട്ടെ, ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ വന്ന വീഡിയോ ചാനലിലൊക്കെ എടുത്തിട്ട് പോയി ചാനലിൽ ചെന്ന് ഞാൻ ഇതിന്റെ അഡ്രസ്സും എല്ലാം കൂടെ കൊണ്ട് കൊടുത്തപ്പോൾ SI ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വേറൊരു പോലീസുകാരൻ എന്നോട് വന്ന് പറയാ നിങ്ങൾ മണ്ടത്തരം എന്തിനാ കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ എന്തിനാ അതിന്റെ പുറകെ നോക്കുന്നത്? അത് പോയിട്ട് പിന്നെ നേരെ പോയാലും ഫോൺ പോയാലും പോലീസ് അന്വേഷിക്കൂല. അന്വേഷിക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാന് എന്നെ എന്തെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും കൊന്നിട്ടിട്ട് പോയി പോലീസുകാർക്ക് ഇറക്കത്തില്ലേ? ഇറക്കണം. മോഹിനിയുടെ ചോദ്യം എന്ന് പറയുന്നത് വളരെയധികം ഒരു ചോദ്യചിഹ്നമാണ്. ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ നിങ്ങൾ പറയുന്നുണ്ട് എല്ലാ സ്ത്രീകൾക്കും നിങ്ങൾ ഉടനീളം, അതായത് കേരളം ഒട്ടാകെ നിങ്ങൾ കൊടുക്കുന്ന ഒരു സംരക്ഷണ വലയം. ഈ ഒരു സംരക്ഷണ വലയത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തൊട്ടടുത്ത ജൂറിസ്ഡിക്ഷൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിട്ട് നാളിതുവരെ ഒരു തരത്തിലും ഇവർക്ക് നിയമസഹായം ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഒരു പാവം സ്ത്രീ ജീവിക്കുവാൻ വേണ്ടി കട തുറന്നിരുന്നപ്പോൾ ഒരു യൂട്യൂബർ കയറി വരുന്നു, തെറ്റായി ധരിപ്പിക്കുന്നു, മൊബൈൽ ഫോൺ കരസ്ഥമാക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റുന്നു, ഒപ്പം 24,000 രൂപ അടിച്ചു മാറ്റുന്നു. നാളിതുവരെ ഒരു നീതിയും ലഭിച്ചിട്ടില്ല. കൂരിന്മേൽ കുരു തന്നെയാണ്. ഈ പൈസ ഈ ഫോട്ടോയിൽ കാണുന്ന പ്രേക്ഷകരെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യാജൻ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളം ഉടനീളം മൊത്തം 5-ന് മുകളിൽ ഇതേപോലെ പല സ്ത്രീകളെയും പല കട ഉടമകളെയും പറ്റിച്ച വാർത്തകൾ വരും ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രേക്ഷക മുമ്പിൽ പങ്കുവയ്ക്കും. സംഭവ സ്ഥലത്ത് നിന്ന് ഫേസ് മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്.